ശ്രീയറിന്റെയും സെല്ലിയുടെയും പൊന്നാമനയായി പിറന്ന ആനക്കുട്ടി താപ്പാന ചിട്ടവട്ടങ്ങളൊക്കെയും പഠിച്ച് തമിഴ്നാട് വരവത്തിന്റെ ഒന്നാം തരം താപ്പാനയാകാൻ കാത്തിരുന്ന സിദ്ധാർത്ഥനെ തേടിയെത്തിയത് മറ്റൊരു നിയോഗമായിരുന്നു. ശ്രീ ഗുരു ഭുവനേശ്വര ദാസനാകുക 1997 നടക്കിയ നാൾ മുതൽ ബുധനിന്നുവരെയും ഗുരുവായൂരപ്പന്റെ ശ്രീദേവികളും ഉത്സവങ്ങളും വിശേഷ സ്വർണ്ണത്തോലവുമെല്ലാം ചുരുക്കിലേക്കാൻ ഭാഗ്യം ചെയ്ത ജന്മം കടന്നു വരികയാണവൻ. ഉറച്ച നടനങ്ങളിൽ ആരെയും ആകർഷിക്കുന്ന തെരുവുകൾ ഭംഗിയാൽ കണ്ണന്റെ പൊന്നാമന ചാരകീമാർക്കും തടുത്തറ തമ്പുരാന്റെ തിരുമുന്നിലേക്ക് തടുത്തറ തമ്പുരാന്റെ തിരുമുന്നിൽ അവതരിക്കുകയാണവൻ. തടുത്തല പൊന്നുതമ്പുരാന്റെ ആനയൂട്ടിന തടുത്തല പൊന്നുതമ്പുരാന്റെ ആനയൂട്ടിന
സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പൊൻകൈ ബന്ധം തുടങ്ങുന്ന തിരുവനന്തപുരം ഗജരാജൻ ഗുരുവായൂർ സിദ്ധാർത്ഥൻ വരികയാണവൻ, കണ്ണന്റെ കളിത്തോഴൻ, ഗുരുവായൂരപ്പന്റെ കൊമ്പന്മാരെന്നും ചന്തം ചാർത്തുന്ന തഴുത്തല തമ്പുരാന്റെ ഗജോത്സവത്തിന് മാറ്റുകൂട്ടുവാൻ ഗുരുവായൂരപ്പന്റെ കൊമ്പനാന ഗുരുവായൂർ സിദ്ധാർത്ഥൻ. സ്വാഗതം, സുസ്വാഗതം. പൊതുജനങ്ങളുടെ അഭ്യർത്ഥന, കസേരയിൽ ഇരിക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ, അമ്മമാർ, സഹോദരിമാർ, അവിടെ ഇരിക്കാൻ കഴിയില്ലെങ്കിൽ കസേരകളിൽ തൊട്ട് നിൽക്കരുത്, പിറകോട്ട് മാറി നിൽക്കണമെന്നറിയിക്കും. വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ കസേരയുടെ അടുക്കൽ നിന്നും മാറ്റി നിർത്തുക. കസേരയിൽ ഇരിക്കാൻ കഴിയുന്നവർ കസേരയിൽ ഇരിക്കുക. ഹലോ 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 കേരളത്തിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ലാത്ത കൊല്ലത്തിന്റെ സ്വന്തം കൊമ്പനാണ് നീരാട് വിനായകൻ. വരികയായി നീരാട് വിനായകൻ. നാട്ടാനകൾ അന്യം നിന്ന് പോകുന്ന കേരളത്തിന് അറിഞ്ഞു കിട്ടിയ വരദാനം നീരാട് വിനായകൻ. തഴുത്തല ശ്രീ മഹാഗണപതിയുടെ പൊന്നിടം പേറ്റുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് നീരാട് വിനായകൻ. നാട്ടാനകൾ അന്യം നിന്ന് പോകുന്ന കേരളത്തിന് അറിഞ്ഞു കിട്ടിയ വരദാനം. കർണാടകത്തിൽ നിന്നും ആതിര രവിസാറിന്റെ കയ്യും പിടിച്ച് കൊല്ലത്തെത്തിയ ആനക്കുട്ടി ഇന്നവൻ മീനാട് സ്വദേശി സിന്ധുമോളിന്റെയും കുടുംബത്തിന്റെയും പൊന്നോമന. ഒരു വ്യക്തിയാൽ കേരളത്തിലേക്ക് ആനയിക്കപ്പെട്ടവരാണ് ചൈത്രവച്ചവും മീനാട് വിനായകനും. ആതിര രവിസാറിന്റെ കണ്ടെത്തലുകളായ ഈ രണ്ട് മാണിക്യങ്ങൾ, രണ്ട് കൊമ്പന്മാരും ഇന്ന് തടുത്തല തമ്പുരാന്റെ തിരുമുന്നിലെത്തിരുന്നത് മറ്റൊരു വസ്തുത. ചാത്തന്നൂർ നടത്തുന്ന മീനാടന്റെ കൊച്ചി ഗ്രാമത്തിന്റെ പേര് ദേശാന്തരങ്ങൾ കടന്നു തീർക്കാൻ കാരണമായവൻ. അനവധി നിരവധി ഉത്സവങ്ങൾ തന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച ഗജവീരൻ. നല്ല കൊമ്പുകളും പടർന്ന മതഗിരിയും നല്ല ചെവികളും നീർത്തുമുട്ടുന്ന തുമ്പിക്കയും എല്ലാം ചേർന്ന ദേവസുന്ദരൻ. തന്റെ അഴകുകൊണ്ടും ചിട്ടകൊണ്ടും കേരളത്തിന് വരവറിയിച്ച വിനായകന് നിരവധി ദേവീദേവന്മാരുടെ ഉത്തമ പീഠമായവൻ. തടുത്തല തമ്പുരാന്റെ തിരുമുന്നിലേക്ക് സ്വാഗതം. ദേശികശ്രീ വൈഡൂര്യരുടെ വീരാട് വിനായകനും സാരഥി രഞ്ജിതനും തടുത്തല കൊണ്ട് തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം. അതാ കടന്നു വരികയാണ് മറ്റൊരു യുവരാജാവ്, കൊല്ലത്തിന്റെ സ്വന്തം യുവരാജാവ് നെടുവങ്കാവ് മണികണ്ഠൻ. തഴുത്തുള്ള പൊന്നുതമ്പുരാന്റെ കങ്കേണ്ടിക്ക് കൂട്ടായി നിന്ന് ഒട്ടനവധി ഉത്സവങ്ങൾക്ക് കൂട്ടായി നിൽക്കുന്ന ഗജവീരൻ നെടുവങ്കാവ് മണികണ്ഠനും സാരഥിമാർക്കും തഴുത്തുള്ള പൊന്നുതമ്പുരാന്റെ ഈ ഉത്സവത്തിന് സുസ്വാഗതം, സുസ്വാഗതം. എണ്ണം നിറഞ്ഞ ഗജവീരന്മാരെ അണിനിരത്തി ചേർക്കാൻ ചുറ്റിട്ടുള്ള തടുത്തല തമ്പുരാന്റെ പ്രജകൾക്ക് മറ്റൊരു മാനിക്കാൻ കൂടി തിരഞ്ഞെടുക്കുന്നു നെടുവങ്കാവ് മണികണ്ഠൻ.
കൊല്ലത്തിന്റെ യുവരാജാവ് നെടുവങ്കാവ് മണികണ്ഠനും സാരഥിമാർക്കും തടുത്തല തമ്പുരാന്റെ ഈ വർഷത്തെ ഔട്ടം പെരുന്നാൾ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആനയോട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. തിരുവാറാട്ട് കാവലമ്മയുടെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങി കാളിദാസൻ വരികയാണവൻ. തിരുവാറാട്ടുകാവ് കാളിദാസൻ. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ലാത്ത ഈ മണ്ണിലുണ്ടോ? അതെ, കൊല്ലത്തിന്റെ യുവതി നിരയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആന കേരളത്തിൽ ഇതിനോടകം തന്റെ നാമം തങ്കലിപികളെ വെടിയിൽ ചേർത്ത ആനക്കുട്ടി ദേശിംഗൻ നാടിന്റെ മറ്റൊരു സാവിധാനം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ യുവരാജാവ് തിരുവാറാട്ട് കാളിദാസനും അദ്ദേഹത്തിന്റെ സാരഥിമാർക്കും തടുത്തല പൊന്നുതമ്പ്രാന്റെ ഈ വർഷത്തെ ആനയോട്ടിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഇന്ദ്രിയ പെരുമൈ പൊടി മുന്നേറ്റമോ, ഇന്ദ്രപാല പാദശീർഷമോ, ഇന്ദ്രിയ പെരുമൈ പൊടി മുന്നേറ്റം. വൈദിശാലയിൽ യുവജന സമിതിയുടെ വകയായി അടുത്തതായി കടന്നു വരികയാണ് ആമ്പാടി മഹാദേവൻ. താത്മാലക്കുറങ്ങിൽ നിന്നും കൊല്ലത്തിന്റെ മണ്ണിലേക്ക് എത്തിയ ആമ്പാടി മഹാദേവൻ തടുത്തല തമ്പുരാന്റെ ഈ വർഷത്തെ ആനയോട്ടിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഗതഭീമനായ പുതുപ്പള്ളി കേശവന്റെയും പുതുപ്പള്ളി സാധുവിന്റെയും അനിയനായ ആമ്പാടി മഹാദേവൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ മൂന്ന് പേരെയും തടുത്തല തമ്പുരാൻ തിരികെത്തിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യമായി തടുത്തല മണ്ണിലേക്ക് ആമ്പാടി മഹാദേവൻ എത്തുന്നു. നടനാലും കൂടും നടപ്പു താളം നെഞ്ചത്തിടി നിന്നൽ പതിഞ്ഞ പോലെ നിന്നു. കൊല്ലത്തിന്റെ എണ്ണം നിറഞ്ഞ ഗതിവരയുടെ ഏറ്റവും നല്ല ആന ആമ്പാടി മഹാദേവനും സാരഥിമാർക്കും തടുത്തല തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. പ്രസാദിയും ഉദ്ദിഷ്ട നിർണായകനുമായ ശ്രീ മഹാഗണപതി കുതികൊള്ളുന്ന തടുത്തല ശ്രീ മഹാഗണപതിയുടെ ഈ വർഷത്തെ അവിട്ടം തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആനയെഴുത്ത് ക്ഷേത്ര ആഡിറ്റോറിയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയെ എഴുന്നള്ളിക്കുന്ന എല്ലാ സമുദായങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ ആനയുടെ ക്ഷേത്ര ആഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയർ കമ്മിറ്റികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആനയൂട്ടിന് ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും അറിയിച്ചിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആയതിനാൽ ആനകളെ എത്രയും പെട്ടെന്ന് ക്ഷേത്ര ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ ആനയൂട്ടിൽ എത്തിക്കണമെന്ന് അറിയിക്കുന്നു. വോളണ്ടിയർ കമ്മിറ്റികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമിതി അംഗങ്ങളെ ഈ വിവരം ധരിപ്പിച്ച് എത്രയും പെട്ടെന്ന് ആനകളെ ക്ഷേത്ര ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ എത്തിക്കും.
പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തുന്നതിന്റെ ആവശ്യം ഈ മണ്ണിൽ അവരുണ്ടോ? അതെ, കൊല്ലത്തിന്റെ യുവജനതയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആന. കേരളത്തിൽ അതിനോടകം തന്നെ തന്റെ നാമം തങ്കനദികളാൽ എഴുതി ചേർത്ത ആനക്കുട്ടി. ദേശിക നാടിന്റെ മറ്റൊരു ഭാവിതാരം ആക്കാവിള വിഷ്ണുനാരായണനും സാരഥി മാമിക്കും കരുത്തുള്ള പൊന്നുതമ്പ്രാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം. എണ്ണം പറഞ്ഞ പൂരപ്പറമ്പുകളിൽ ഇതിനോടകം തന്നെ തന്റെ വരവറിയിച്ചവൻ മുഖത്തലവാഴും മുരാരിയുടെ പുന്നോവന ആക്കാവള വിഷ്ണുനാരായണൻ. വ്യത്യസ്തമായ ഒരു കൊമ്പഴകും നല്ല കറുപ്പ് നിറവും ഉറച്ച നടയമരങ്ങളും അടുക്കര വാളുമുള്ള യുവതയെ പാലക്കാടൻ ചുരുക്കാണ്ടി വടക്കൻനാട്ടിൽ നിന്നും ആനക്കേരളത്തിൽ വന്നു ചേർന്നവൻ കാവേരി പൂരപ്പറമ്പുകൾ ഇനിയും വലിയും വിസ്മയം തീർക്കാൻ ഏത് കഴിയുമെന്ന് ആശ്വസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ആക്കാവള വിഷ്ണുനാരായണൻ. ഉദ്ഭവനും സാരഥിമാർക്കും കരുത്തർ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സുസ്വാഗതം. ആനയൂട്ട് ദർശിക്കുവാൻ വന്ന പ്രിയ സുഹൃത്തുക്കൾ കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആനയൂട്ട് ദർശിക്കുവാൻ വന്ന പ്രിയ സഹോദരങ്ങൾ കസേരയിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും കമ്മിറ്റിയോട് സഹകരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുക, 10:30 റിപ്പോർട്ട് ചെയ്യുന്ന ഗജവീരന്മാരെ മാത്രമാണ് ആനയൂരിന് എഴുന്നള്ളിക്കുക എന്ന് അറിയിക്കുന്നു. ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്നും ഒരു പ്രത്യേക അറിയിപ്പാണ്. 10:30 ശേഷം വരുന്ന ആനകൾക്ക് യാതൊരു കാരണവശാലും ആനയൂട്ടിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. ദയവ് ചെയ്ത് ഗജവീരന്മാരെ ആ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രത്യേക അറിവുണ്ടോ? ബഹുമാനപ്പെട്ട നിയമപാലകരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം കൃത്യം 10:30 മുമ്പ് തന്നെ എല്ലാ ആനകളെയും ആനയിട്ട് കഴിഞ്ഞ ഗ്രൗണ്ട് വിട്ടു പോകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? ആയതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ആനകളെയും ക്ഷേത്ര ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ എത്തിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ സംവിധാനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരം ആണ് ഈ ക്രമീകരിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്നോ എല്ലാ ആളുകളെയും ക്ഷേത്ര ഓഡിറ്റോറിയം എത്തിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സ്റ്റേജിന് ടീം ഏകദന്തയുടെയും ടീം ആൽത്തറയുടെയും തറവാടിയും യുവനസമിതിയുടെയും ഇത് തന്നെ ആനപ്രേമി സംഘത്തിന്റെയും പ്രത്യേക ശ്രദ്ധിക്കാം. നിങ്ങൾ എഴുന്നള്ളിക്കുന്ന എല്ലാ ഗജവീരന്മാരെയും എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേത്ര ഓഡിറ്റോറിയം ഗ്രൗണ്ടിൽ പ്രവേശിച്ചുള്ള റോഡ് എത്തിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പോലീസ് ആനകളുടെ ആനക്കുട്ടി ഇന്നവൻ മീനാട് സ്വദേശി സിന്ധുമോളുടെയും കുടുംബത്തിന്റെയും പൊന്നാമന. ഒരു വ്യക്തിയാൽ കേരളത്തിലേക്ക് ആനയിക്കപ്പെട്ടവരാണ് ചൈത്രവച്ചവും മീനാട് വിനായകനും. ആതിര രവിസാറിന്റെ കണ്ടെത്തലുകളായ രണ്ട് മാണിക്യങ്ങൾ, രണ്ട് കൊമ്പന്മാരും ഇന്ന് ചരിത്ര തമ്പുരാന്റെ തിരുസന്നിധിയിലെത്തുന്നു. ചാത്തന്നൂരിനടുത്തുള്ള മീനാട് എന്ന കൃഷിഗ്രാമത്തിന്റെ പേര് ദേശാന്തരങ്ങൾ കടന്നലുകൾ തീർക്കാൻ കാരണമായവൻ. അനവധി നിരവധി ഉത്സവങ്ങൾ തന്റെ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച ഗജവീരൻ. നല്ല കൊമ്പുകളും പടർന്ന മതഗിരിയും നല്ല ചെവികളും നിലത്തുമുട്ടുന്ന തുമ്പിക്കയും എല്ലാം ചേർന്ന യുവസുന്ദരൻ തന്റെ അഴകുകൊണ്ടും ചിട്ടകൊണ്ടും ആനക്കേരളത്തിൽ വരവറിയിച്ച വിനായകന നിരവധി ദേവീദേവന്മാരുടെ ഉത്തമ പീഠമായവൻ തഴുത്തല തമ്പുരാന്റെ തുടർച്ചയായ 5ാമത് വർഷവും ഇടം വെട്ടുന്ന ഗജരാജന ആനയൂട്ടിലേക്ക് സ്വാഗതം. കൊല്ലത്തിന്റെ മറ്റൊരു യുവതാരം ആക്കാവള വിഷ്ണുനാരായണൻ.
നെടുവങ്ങാവ് മണികണ്ഠൻ, തിരുവാറാട്ട് കാളിദാസൻ, ആമ്പാടി മഹാദേവൻ, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ പൊൻചൈതന്യം തുളമ്പുന്ന തുടമ്പേറ്റുന്ന ഗജരാജൻ, ഗുരുവായൂർ സിദ്ധാർത്ഥൻ എന്നീ ഗജവീരന്മാർക്ക് ആനയോട്ട് നൽകിയിരുന്നു. വോളണ്ടിയർ കമ്മിറ്റികൾ ശ്രദ്ധിക്കുക. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഗജവീരന്മാരെ ആനയൂട്ട് നടത്തി എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിന് പുറത്തു ഭാഗത്ത് സുരക്ഷിതമായി കൊണ്ടുപോകാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തുന്ന ആവശ്യം ഈ മണ്ണിലോനുണ്ടോ? അതെ, കൊല്ലത്തിന്റെ യുവ ഗജനിരയുടെ ഭാഗമായി വളർന്നു വരുന്ന കൊമ്പൻ ആന കേരളത്തിന്റെ ഇതിനോടകം തന്നെ തന്റെ നാമം തങ്കലിപികളാൽ എഴുതി ചേർത്ത ആനക്കുട്ടി, ദേശിംഗനാടിന്റെ മറ്റൊരു ഭാവിതാരം ആക്കാവിള വിഷ്ണുനാരായണൻ, എണ്ണം പറഞ്ഞ പൂരപ്പറമ്പുകളിനോടകം തന്നെ തന്റെ വരവറിയിച്ചവൻ, മുഖത്തല വാഴും മുരാരിയുടെ പൊന്നോമന, വ്യത്യസ്തമായ കൊമ്പഴകും നല്ല കറുപ്പ് നിറവും ഉറച്ച നടയമരങ്ങളും അഴകുത്തര വാലവുമുള്ള യുവരാജ് കേസരി പാലക്കാടൻ ചുരം താണ്ടി വടക്കൻ നാട്ടിൽ നിന്നും ആനക്കേരളത്തിലേക്ക് വന്നു ചേർന്നവൻ. ഭാവിയുടെ പൂരപ്പറമ്പുകളിൽ ഇനിയും വിസ്മയം തീർക്കാൻ ഇവന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആക്കാവുള്ള വിഷ്ണുനാരായണൻ സാരഥി മാമ്പിക്കും തടുത്തല തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം. ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രത്യേക അറിയിപ്പുണ്ട്. എല്ലാ സമിതികളും ആനയെ നേർച്ചയായി എഴുന്നള്ളിക്കുന്ന ഭക്തജനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. തഴുതല ഗജോത്സവത്തിൽ പങ്കെടുക്കുന്ന ഗജവീരന്മാർ വൈകിട്ട് കൃത്യം 5 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുവാൻ അറിയിക്കുകയാണ്. എല്ലാ സമിതി അംഗങ്ങളുടെയും വോളണ്ടിയർ കമ്മിറ്റി അംഗങ്ങളുടെയും നേർച്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കേണ്ടതുണ്ട്. ആയതിനാൽ വേണ്ട മുൻകരുതലുകൾ നേരത്തെ കൂട്ടി നടത്തണമെന്ന് ദേവസ്വം കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിക്കുന്നു. ഗജവീരന്മാർക്ക് കടന്നു പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുക. വോളണ്ടിയർ കമ്മിറ്റികൾ ശ്രദ്ധിക്കുക. ഗജവീരന്മാർ ജംഗ്ഷനിലേക്ക് ആനകൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നതിനുള്ള വഴി ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കും. അതുപോലെ എല്ലാ ആനകളെയും എത്തിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു.
വോളണ്ടിയേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ക്ഷേത്ര മൈതാനിയിൽ ഇട്ടിരിക്കുന്ന കസേരകൾ അടുക്കി സുരക്ഷിത ഭാഗങ്ങളിലേക്ക് വയ്ക്കണമെന്ന് അറിയിക്കും. ആനയൂർ റോഡിൽ എത്തുകയും അവിടെ നിന്നും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതുമാണ്. സുഹൃത്തുക്കൾ അവിടെ നിന്നും കുറച്ചുകൂടി മാറി നിൽക്കണമെന്ന് അറിയിക്കും. ആനകളെ സുരക്ഷിതമായ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആയതിനാൽ വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരറിയിപ്പ് ശിവശ്യാം എത്രയും പെട്ടെന്ന് ഈ മൈക്ക് പോയിന്റിൽ എത്തിച്ചേരുവാൻ അറിയിക്കും. ശിവശ്യാം എത്രയും വേഗം ഈ മൈക്ക് പോയിന്റിൽ എത്തിക്കുവാൻ അറിയിക്കും. റോഡിൽ നിൽക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അറിയിക്കുന്നു. കുറച്ചുകൂടി പിറകോട്ട് നിന്ന് ആനകളെ സുരക്ഷിത ഭാഗങ്ങളിൽ എത്തിക്കുവാൻ കഴിയും. ആയതിനാൽ എല്ലാ പ്രിയപ്പെട്ടവരും റോഡിൽ നിന്ന് പിറകോട്ട് മാറി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. വോളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ചു വേണം തഴുത്തല തമ്പുരാന്റെ തിരുവുത്സവം അവിസ്മരണീയവും പ്രകോപനമാക്കാൻ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും അർച്ചനകളുടെയും ആളുടെ മേളിൽ ആൾക്കാരുണ്ടോ? ക്ഷേത്ര ഭരണസമിതി ഓഫീസിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പ്. ഉത്സവ സമിതി അംഗങ്ങളുടെയും ആനകളെ എഴുന്നള്ളിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധ. ആനകളെ ചമയങ്ങളോടുകൂടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിക്കുവാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഉത്സവ സമിതി അംഗങ്ങളുടെയും ആനകളെ എഴുന്നള്ളിക്കുന്ന ഭക്തജനങ്ങളായ പ്രിയപ്പെട്ടവരുടെയും പ്രത്യേക ശ്രദ്ധ. തഴുത്തല ഗോൽക്കുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയ ശേഷം
കോട്ടയം നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി തിരികെ ബ്രിജ് ഹൗസ് ഹോസ്പിറ്റൽ റോഡ് വഴി കണ്ണമല്ലൂർ റോഡിലെത്തി തഴുത്തല തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഘോഷയാത്ര. ഇടനിലത്തിൽ കടന്നു വരുന്ന വഴിയിൽ നമ്മുടെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ നേരദീപങ്ങളൊഴുക്കി വരവേൽക്കുവാൻ അതിലൂടെ ശ്രീ രണ്ടാണ് നമ്മൾ കണ്ടവരാണ്. എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ടോ? വീട്ടിലാണ് പോയിട്ടുള്ളൂ. കാർ പോർച്ച് കണ്ടിട്ടുണ്ട്. Nyala.